The cardiac cycle. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ നമ്മുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഏറ്റവും ആദ്യം മസിൽസ് വെച്ചുണ്ടാക്കിയേക്കുന്ന ഹാർട്ട്, അത് കഴിഞ്ഞ് ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ബ്ലഡ് വെസൽസ്, പിന്നെ ഇതിലൂടെ ഒക്കെ ഓടുന്ന നമ്മുടെ ബ്ലഡ്. ഹാർട്ടിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്കിപ്പം ബ്ലഡ് വെസൽസിനെ കുറിച്ച് പറയാം. ബ്ലഡ് വെസൽസിന് 3 ലെയേഴ്സാണ് ഉള്ളത്. ട്യൂണിക്ക ഇൻറ്റിമ, നമ്മുടെ സ്ക്വാമസ് എൻഡോത്തീലിയം വെച്ചുണ്ടാക്കിയേക്കുന്ന ഏറ്റവും ഇന്നർ ലെയറാണ് ട്യൂണിക്ക ഇൻറ്റിമ. പിന്നെയുള്ളത് ട്യൂണിക്ക മീഡിയാണ്, അത് സ്മൂത്ത് മസിൽസ് വെച്ചുണ്ടാക്കിയേക്കുന്ന നടുക്കുള്ള ലെയറാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ട്യൂണിക്ക എക്സ്റ്റേണ, അതൊരു ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂവും കൊളാജൻ ഫൈബേഴ്സും വെച്ചുണ്ടാക്കിയേക്കുന്ന ഔട്ടർ ലെയറാണ്. ഈ ട്യൂണിക്ക മീഡിയ ആർട്ടറീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വെയിൻസിൽ കുറച്ചും കൂടി തിന്നറാണ്. The third component is blood itself. Our heart is a mesodermal organ. It sits between our 2 lungs underneath the thoracic cavity. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇച്ചിരി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മുടെ കൈ ചുരുട്ടുമ്പോൾ ഉള്ള ആ ഒരു സൈസ് മാത്രമേ നമ്മുടെ ഹാർട്ടിന് ശരിക്കും ഉള്ളൂ. ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്തുള്ളൊരു ലെയറാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിന് 2 വാൾസ് ഉണ്ട്. പോരാത്തതിന് അതൊരു മെംബ്രെയിനസ് സഞ്ചിയാണ്. ഈ പെരികാർഡിയം എന്ന് പറഞ്ഞ സഞ്ചിക്കകത്ത് നിറച്ചും പെരികാർഡിയൽ ഫ്ലൂയിഡുമാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പുറത്തു നിന്നൊരു ഹാംഫുൾ സ്റ്റിമുലി ഉണ്ടായാൽ ഈ പെരികാർഡിയത്തിലകത്തുള്ള പെരികാർഡിയൽ ഫ്ലൂയിഡിൻ്റെ ബോയൻസി കാരണം ഒരു പരിധി വരെയൊക്കെ ഹാർട്ടിനെ ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്, എന്ന് വെച്ചാൽ 4 കള്ളികൾ, 2 വെൻട്രിക്കിൾസും 2 ഏട്രിയം. ഈ വെൻട്രിക്കിൾസ് വലുതാണ്, അത് താഴെയാണ്. ഏട്രിയ ചെറുതാണ്, അത് മുകളിലാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏട്രിയസിനെ ഡിവൈഡ് ചെയ്യുന്ന വോളിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം. അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾസിനെ ഡിവൈഡ് ചെയ്യുന്ന വോളിൻ്റെ പേരാണ് ഇൻ്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഇവർ 2 പേരും മസ്കുലർ വോൾസ് ആണ്. ഒരേ സൈഡിലുള്ള ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും ഡിവൈഡ് ചെയ്യുന്ന വോളാണ് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഫൈബ്രസ് ടിഷ്യൂ ആണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ ഇൻ്റർ വെൻട്രിക്കുലർ സെപ്റ്റമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ളത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വാൽവ്സ്. അതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്ത് പോകുന്നത് പൾമണറി ആർട്ടറിയിലോട്ടാണ്. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്ത് പോകുന്നത് അയോർട്ടയിലോട്ടാണ്. അപ്പോൾ ശരിക്കും ഈ വാൽവ്സ് എന്താണ്? വാൽവ്സ് ഒരു തരം വാതിലുകളാണ്. ബ്ലഡ് പാസ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന വാതിലുകളാണ് വാൽവുകൾ. റൈറ്റ് ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും ഡിവൈഡ് ചെയ്യുന്ന ആ വാൽവിനെ വിളിക്കുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ഈ വാൽവിന് 3 മസ്കുലർ ഫ്ലാപ്സ് ഉണ്ട്, അല്ലെങ്കിൽ കസ്പ് ഉണ്ട്. ഇവരാണ് ബ്ലഡ് വരുമ്പം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ആ 3 വാതിലുകൾ. അങ്ങനെ 3 എണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ ട്രൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും ഡിവൈഡ് ചെയ്യുന്ന ആ വാൽവിൻ്റെ പേരാണ് ബൈകസ്പിഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ്. ഇവർക്ക് 2 മസ്കുലർ ഫ്ലാപ്സ് അല്ലെങ്കിൽ കസ്പുകൾ ഉള്ളതുകൊണ്ടാണ് ഇവരെ ബൈകസ്പിഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമണറി ആർട്ടറിയുടെയും ഇടയ്ക്കിരിക്കുന്ന വാൽവാണ് പൾമോണിക് വാൽവ്. അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോർട്ടയുടെയും ഇടയ്ക്കിരിക്കുന്ന വാൽവിൻ്റെ പേരാണ് അയോർട്ടിക് വാൽവ്. ഇവരെ 2 പേരെയും സെമി ലുണർ വാൽവ്സ് എന്നാണ് വിളിക്കുന്നത്. ആസ് യു ക്യാൻ സീ, ട്രൈകസ്പിഡ് വാൽവിന് 3 ഫ്ലാപ്പ് അല്ലെങ്കിൽ കസ്പുണ്ട്. അതുപോലെ തന്നെ ബൈകസ്പിഡ് വാൽവിന് 2 ഫ്ലാപ്പ് അല്ലെങ്കിൽ 2 കസ്പുണ്ട്. എന്തുകൊണ്ടാണ് ബൈകസ്പിഡ് വാൽവിനെ മിട്രൽ വാൽവ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാവോ? കാരണം ബൈകസ്പിഡ് വാൽവ് ഒരു ബിഷപ്പിൻ്റെ മൈറ്റർ പോലെ ഇരിക്കുന്നതെന്ന് പറയണത്. ബിഷപ്പ് തലയിൽ വെക്കുന്ന ഒരു ഓർണമെൻ്റാണ് ബിഷപ്സ് മൈറ്റർ. മൈറ്ററിൻ്റെ സൈഡ് വ്യൂ അല്ല, ടോപ്പ് വ്യൂ. നമ്മൾ മൈറ്ററിൻ്റെ ടോപ്പ് വ്യൂ ബൈകസ്പിഡ് വാൽവിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുമ്പം ഇറ്റ് കൈൻഡ് ഓഫ് ലുക്സ് സിമിലർ. അതുപോലെ തന്നെ പൾമോണിക് വാൽവിനും അയോട്ടിക് വാൽവിനും സെമി ലൂണർ എന്ന പേര് വരാൻ കാരണം അത് കൈൻഡ് ഓഫ് മൂൺ ഷേപ്ഡ് ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ആസ് യു ക്യാൻ സീ ഹിയർ, ബ്ലഡ് എപ്പോഴും ഒരു ദിശയിലോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. അങ്ങനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാൽവുകളാണ്. എങ്ങനെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്? ഇവർ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ഒരിക്കലും പിമ്പോട്ട് പോകത്തില്ല. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോയ ബ്ലഡ് ഒരിക്കലും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അവിടുത്തെ വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, നമുക്കറിയാം ഹാർട്ട് എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് പമ്പ്സ് ഇറ്റ്സ് ഓൺ ബ്ലഡ്. ഹാർട്ട് എങ്ങനെയാണ് ഒറ്റയ്ക്കത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹാർട്ട് ഈസ് എ മസ്കുലർ ഓർഗൻ. ഹാർട്ടിന് വേണ്ടി തന്നെയായിട്ട് ഒരു സ്പെഷ്യൽ മസ്കുലേച്ചർ തന്നെയുണ്ട്. ഈ കാർഡിയക് മസ്കുലേച്ചറിനെ വിളിക്കുന്ന പേരാണ് നോഡൽ ടിഷ്യൂ. നമ്മുടെ ഹാർട്ടിൽ മെയിനായിട്ട് 2 നോഡ്സ് ഉണ്ട്. സൈനോ ഏട്രിയൽ നോഡ് അഥവാ SAN, അതുപോലെ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് അഥവാ AVN. SAN ഇരിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിലാണ്. അതുപോലെ AVN ഇരിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിൻ്റെ തന്നെ ലോവർ ലെഫ്റ്റ് കോർണറിലാണ്.
ഏകദേശം AV സെപ്റ്റത്തിൻ്റെ അടുത്തായിട്ട്, ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിൻ്റെ അടുത്തായിട്ട്. ഇതാണ് ഹാർട്ടിൻ്റെ എക്സൈറ്റബിൾ ടിഷ്യൂസ് അല്ലെങ്കിൽ നോഡൽ ടിഷ്യൂസിൻ്റെ പാത്വേ. SANഉം AVNുമാണ് നമ്മുടെ മെയിൻ ഓട്ടോ എക്സൈറ്റബിൾ നോട്ട്സ്. ഇവർക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലി ഇല്ലാണ്ട് തന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. SAN ആണ് നമ്മുടെ മെയിൻ നോഡ്. ഇവിടുന്നാണ് പൊതുവെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് 70 to 75 ആക്ഷൻ പൊട്ടൻഷ്യൽസ് വരെ ഒരു മിനിറ്റിൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇവരെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ദേ സെറ്റ് ദ പേസ്. AV നോഡിന് ആക്ഷൻ പൊട്ടൻഷ്യൽസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷേ SA നോഡിൽ നിന്ന് വരുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽസിനെ ഡിലേ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഏട്രിയം മൊത്തത്തിൽ കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് മൊത്തം വെൻട്രിക്കിൾസിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽസ് SA നോഡിൽ നിന്ന് AV നോഡിലോട്ടും AV നോഡിൽ നിന്ന് ഹാർട്ടിൻ്റെ ബാക്കിയുള്ള പാർട്സിലോട്ടും കൊണ്ടുപോകുന്നത് നോഡൽ ടിഷ്യൂസ് വഴിയാണ്, അല്ലെങ്കിൽ നോഡൽ ഫൈബേഴ്സ് വഴിയാണ്. ഇവരെ വിളിക്കുന്ന പേരാണ് ഇന്റർ നോഡൽ പാത്വേസ്. നമ്മൾ പറഞ്ഞു SA നോഡിലാണ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽസ് SA നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് AV നോഡിലോട്ട് വരും. AV നോഡിൽ വന്ന് കുറച്ചു നേരം ഡിലേഡ് ആയി കഴിഞ്ഞിട്ട് ഇവർ ഏട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ എന്ന് പറയുന്ന ബണ്ടിൽ ഓഫ് ഹിസ്സിലോട്ട് ട്രാവൽ ചെയ്ത് പോകും. ബണ്ടിൽ ഓഫ് ഹിസ് സ്പ്ലിറ്റായി ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടും റൈറ്റ് വെൻട്രിക്കിളിലോട്ടും സ്പ്രെഡായി പോകും. അവിടെ നിന്ന് വെൻട്രിക്കുലർ മയോകാർഡിയത്തിലോട്ട് കൊണ്ടുപോകുന്നത് പുർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ആൾക്കാരാണ്. മയോകാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ട് മസിൽസ് എന്നാണ് കേട്ടോ അർത്ഥം. ഇതാണ് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. കാർഡിയക് സൈക്കിളിൻ്റെ ടോപ്പിക്സ് എല്ലാം അവൈലബിൾ ആണ് ആസ് എ നോട്ട് ഫോമാറ്റ്. ഇത് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുണ്ട്. അവർ ലിങ്ക് ഈസ് ഓൾറെഡി ഗീവൻ ഇൻ ദ ബയോ. ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഡൗൺലോഡ് ദ നോട്ട്സ്. താങ്ക് യു.